ആർക്കിമിഡീസും കേരള വിദ്യാഭ്യാസവും തമ്മിലുള്ള ബന്ധം എന്താണ്? നമസ്കാരം, സ്വാഗതം. ആർക്കിമിഡീസിനെ പറ്റി കേട്ടിട്ടില്ലാത്ത കേരളീയർ ചുരുക്കമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം ബാത്ത് ടബിൽ കയറി കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ശാസ്ത്രീയ ആശയം ഉള്ളിൽ ഉദിച്ചതിൻ്റെ ഫലമായി സ്വയത്തെ മറന്ന് വസ്ത്രം പോലും ധരിക്കാൻ കൂട്ടാക്കാതെ സന്തോഷത്തിൻ്റെ പാരമ്യത്തിൽ സിറാക്യൂസിൻ്റെ തെരുവീഥികളിൽ കൂടെ യുറക്ക ഞാൻ കണ്ടുപിടിച്ചു എന്ന് അലറിക്കൊണ്ട് ഓടി നടന്ന ഒരു ശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തെ ഞാൻ ഇപ്പോൾ ഓർക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ന്യായമായും ചോദിക്കും. അതിൻ്റെ ഒരു കാരണം, ഇത് പറയുമ്പോൾ നിങ്ങൾ എന്നോട് കോപിക്കരുത്, അദ്ദേഹം BC 2012 മരിക്കുന്നത്. മരിക്കുകയായിരുന്നില്ല, കൊല്ലപ്പെടുകയായിരുന്നു. അന്ന് അദ്ദേഹത്തിന് 75 വയസ്സ് ഉണ്ടായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. നിങ്ങൾക്കറിയാം, പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന ആളുകളെപ്പറ്റി ഡേറ്റ്സ് തുടങ്ങിയ ഉള്ള കാര്യങ്ങൾ തിട്ടപ്പെടുത്തുക അത്ര എളുപ്പമല്ല. എന്നാലും പൊതുവായി ധരിക്കപ്പെട്ടിരിക്കുന്നത് 2012 റോം സിറക്യൂസിനെ ആക്രമിച്ച് കീഴടക്കിയപ്പോൾ ഒരു റോമൻ പടയാളികളുടെ വാളുകൊണ്ടാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് എന്നാണ് പ്രസിദ്ധ എഴുത്തുകാരനായ പ്ലൂട്ടാർക്ക്, പ്ലൂട്ടാർക്ക്, അദ്ദേഹത്തിൻ്റെ പാരലൽ ലൈഫ്സ്, അദ്ദേഹത്തിന് ലൈഫ്സ് എന്ന പുസ്തകമുണ്ട്, പാരലൽ ലൈഫ്സ് എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അപ്പോൾ പാരലൽ ലൈഫ്സിൽ അദ്ദേഹം പറയുന്നത് ആർക്കിമിഡീസ് ഇപ്രകാരമാണ് കൊല്ലപ്പെട്ടത്. മാർസെല്ലസ് എന്ന് പറയുന്ന നേതാവിൻ്റെ അല്ലെങ്കിൽ രാജാവിൻ്റെ പടയാളികൾ സിറാക്യൂസിനെ ആക്രമിച്ച് കീഴടക്കിയപ്പോൾ ഒരു കാരണവശാലും ആർക്കിമിഡീസിനെ കൊല്ലരുത്, അവനെ ജീവനോടെ കൊണ്ടുവരണം. കാരണം അവനൊരു വലിയ മുതൽക്കൂട്ടാണ്. ഈ ശാസ്ത്രജ്ഞനെ കൊണ്ട് റോമിന് വലിയ നേട്ടങ്ങൾ പ്രാപിക്കാൻ കഴിയും, അതുകൊണ്ട് ജീവനോടെ കൊണ്ടുവരണം എന്ന് വ്യക്തമായ കൽപ്പനയുണ്ടായിരുന്നിട്ടും റോമൻ പടയാളി ആർക്കിമിഡീസിനെ കൊല്ലുകയായിരുന്നു. അതിൻ്റെ സാഹചര്യമായി പ്ലൂട്ടാർക്ക് പറയുന്നത്, സിറാക്യൂസ് നഗരം റോമൻ പടയാളികൾക്ക് കീഴടങ്ങിയപ്പോൾ ആർക്കിമിഡീസ് അദ്ദേഹത്തിൻ്റെ മുറിയിലിരുന്ന് വളരെ ക്ലേശമേറിയ ഒരു ജോമെട്രിക്കൽ പ്രോബ്ലം പരിഹരിക്കാനായി അദ്ദേഹം സർവ്വശ്രദ്ധയും കേന്ദ്രീകരിച്ച് ലോകത്തെ മുഴുവനും മറന്ന് ആ ഒരേ ഒരു പ്രശ്നത്തിൽ കേന്ദ്രീകരിച്ച് തൻ്റെ ഗവേഷണം നടത്തുകയായിരുന്നു. ആ സമയത്താണ് ഈ റോമൻ പടയാളിയുടെ പേര് ആരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, വന്ന് വളരെ പരുഷമായി ആർക്കിമിഡീസിനോട് പറയുന്നത്, നീ എൻ്റെ കൂടെ വരണം, മാർസെല്ലസിന് നിന്നെ കാണുവാൻ താല്പര്യമുണ്ട്. അപ്പോൾ ആർക്കിമിഡീസ് ഈ പടയാളിയോട് പറഞ്ഞു എന്നാണ് ചരിത്രം നമ്മോട് പറയുന്നത്, ഞാൻ എൻ്റെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഈ പ്രശ്നം കണ്ടുപിടിച്ച ശേഷം ഞാൻ വരാം എന്ന് പറഞ്ഞപ്പോൾ ആ പടയാളി വളരെ പരുഷമായി ഇടപെട്ടപ്പോൾ തൻ്റെ അന്തിമമായ വാക്ക് ചരിത്രം പറയുന്നത് ഡു നോട്ട് ഡിസ്റ്റർബ് മൈ സർക്കിൾ എന്നാണ്. എൻ്റെ സർക്കിളിനെ നീ ശല്യപ്പെടുത്തരുത്, ഡു നോട്ട് ഡിസ്റ്റർബ് മൈ സർക്കിൾ. അപ്പോൾ തൻ്റെ ആജ്ഞ ഈ വയസ്സനായ ശാസ്ത്രജ്ഞൻ അനുസരിക്കാത്തതിൽ കുപിതനായി
റോമൻ പടയാളി അവൻ്റെ കയ്യിലുണ്ടായിരുന്ന വാളുകൊണ്ട് ആർക്കിമെഡീസിനെ വെട്ടിക്കൊന്നു. ഇതാണ് ചരിത്രം. ഇത് ഞാൻ എന്തുകൊണ്ട് ഓർക്കുന്നു? ഞാൻ പറഞ്ഞതുപോലെ 2012 BC 2012 ആർക്കിമെഡീസ് ഇപ്രകാരം കൊല്ലപ്പെടുമ്പോൾ അദ്ദേഹത്തിന് 75 വയസ്സ് പ്രായം. ഇനിയും ഏകദേശം 1 വർഷം കഴിയുമ്പോൾ ഞാനും 75 തികയ്ക്കും. അത് സാന്ദർഭികമായി ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. മറ്റ് കാര്യങ്ങളൊന്നും നിങ്ങൾ എടുക്കണ്ട. ഏത് റോമൻ പടയാളിക്ക് പകരം ഏത് പടയാളിയാണ് എൻ്റെ അടുത്ത് വരാൻ പോകുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. വരാൻ സാധ്യതയില്ല. കാരണം ഞാൻ കണ്ടുപിടുത്തക്കാരനോ ഗവേഷകനോ അല്ല. ആർക്കും അധികാരത്തിലിരിക്കുന്ന ആർക്കും എന്നെ കൊണ്ട് പ്രയോജനവുമില്ല. അതുകൊണ്ട് അങ്ങനെ ആർക്കിമെഡീസിന് സംഭവിച്ച വലിയ മാന്യത എനിക്ക് സംഭവിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കാൻ വഴിയില്ല. എന്നാലും പ്രായത്തിൽ ഏതാണ്ടൊക്കെ ഒരു അടുത്തടുത്ത് വരുന്നുണ്ട്. വേറെ ഒരു കാര്യത്തിൽ ഞങ്ങൾ അടുക്കുന്നില്ല എന്നത് എൻ്റെ ഒരു സങ്കടമാണ്, അദ്ദേഹത്തിൻ്റെ അഭിമാനവുമാണ്. എന്നാൽ എനിക്ക് ഏറ്റവും പ്രധാനമായി നിങ്ങളോട് പറയാനുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ഞാൻ ഈ സംഭവത്തെപ്പറ്റി ധ്യാനിക്കും. ഞാൻ ചരിത്രത്തിലെ ഓരോ സംഭവങ്ങളെപ്പറ്റിയും ധ്യാനിക്കാറുണ്ട്. പല 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 ചരിത്ര സംഭവങ്ങൾ സൂര്യനെ പോലെ എൻ്റെ ഉള്ളിൽ തിളങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതെൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ധന്യതയാണ്. ഉദാഹരണം പറഞ്ഞാൽ, കോരിന്തിൽ വസിച്ചിരുന്ന ഡയോജനീസ് എന്ന് പറയുന്ന ഗ്രീക്ക് ചിന്തകൻ, സിനിസിസം എന്ന് പറയുന്ന ആ ഒരു ചിന്ത പാരമ്പര്യത്തിൽ അഗ്രഗണ്യനായ ഡയോജനീസ് എന്ന് പറയുന്ന ചിന്തകൻ, ഡയോജനീസ് ദ സിനിക്, അദ്ദേഹത്തെ അലക്സാണ്ടർ ചക്രവർത്തി സന്ദർശിക്കാൻ വന്നപ്പോൾ സംഭവിച്ച കാര്യം ഞാൻ എത്രയോ ദിവസങ്ങൾ മനസ്സിൽ ധ്യാനിച്ചിട്ടുണ്ട്. ചരിത്രം നമ്മോട് അമൂല്യമായ ആശയങ്ങൾ, താക്കീതുകളെന്ന പോലെങ്കിലും അറിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ എത്ര പേർ അതിന് കാത് കൊടുക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. നാം ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ശ്രദ്ധിക്കണം. മനുഷ്യരാശി കടന്നു വന്ന മുള്ളും ഞെരിച്ചിലും നിറഞ്ഞ പാതകൾ, അതിലെ മനുഷ്യർ നടന്നപ്പോൾ അവരുടെ പാദങ്ങളിൽ പൊടിഞ്ഞ ചോരത്തുള്ളികൾ, കഴിഞ്ഞകാല ചരിത്രത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ, ഒരിക്കലും അസ്തമിക്കാത്ത അറിവുകൾ, ഇവ ഒന്നും പരിഗണിക്കാതെ വെറും മൃഗങ്ങളെ പോലെ വയറും കിടക്കയും ഉണ്ണുന്നു ഉറങ്ങുന്നു, അങ്ങനെ മാത്രം ജീവിതത്തിൻ്റെ സാധ്യതകളെ പരിമിതപ്പെടുത്തി ജീവിക്കുന്നവൻ മൃഗത്തേക്കാൾ താണവനാണ് എന്നതാണ് ഈ ഉള്ളവന് പറയാനുള്ളത്. ഇപ്പോൾ കേരളത്തിൽ വസിക്കുന്ന, വിദ്യാഭ്യാസ രംഗത്ത് ആജീവനാന്തം സേവനമനുഷ്ഠിച്ച ശേഷം ഭാരതത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു കാലത്ത് ഏറ്റവും മികച്ചത് എന്ന് എല്ലാവരും കരുതിയിരുന്ന ഈ സംസ്ഥാനത്തിലേക്ക് ഞാൻ മടങ്ങി വന്ന് എൻ്റെ ജീവിത സായാഹ്നം ഇവിടെ കഴിക്കുമ്പോൾ ന്യായമായും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന യാഥാർത്ഥ്യങ്ങളെപ്പറ്റി എനിക്ക് ചിന്തയുണ്ട്. മാത്രമല്ല ചിന്താഭാരമുണ്ട്. അതെത്ര ഒഴിവാക്കണമെന്ന് വിചാരിച്ചാലും എനിക്ക് ഒഴിവാക്കാൻ സാധ്യമല്ല. ഏതാണ്ട് 3 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഒരു പ്രത്യേക നിമിഷത്തിൽ ആവേശഭരിതനായി കേരളത്തെ ഒരു ഉന്നത വിദ്യാഭ്യാസ ഹബ് ആക്കി മാറ്റും, കേന്ദ്രമാക്കി മാറ്റും. ഇവിടെ നിന്ന് വിദ്യ പ്രാപിപ്പാൻ വിദേശങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ ആകർഷിക്കത്തക്ക വിധത്തിലുള്ള മേൽത്തരമായ വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം നൽകുന്നൊരു സംസ്ഥാനമായി കേരളത്തെ ഉയർത്തും എന്നൊക്കെ അദ്ദേഹം ഏതോ ഒരു ദുർബല നിമിഷത്തിൽ പറഞ്ഞത് ഞാനിപ്പോൾ ഓർത്തു പോവുകയാണ്. അതോടനുബന്ധിച്ച് ഞാൻ ഓർക്കുന്നൊരു കാര്യമാണ്, 1971 ഞാൻ ഉന്നത വിദ്യാഭ്യാസം പ്രാപിക്കുന്നതിന്, അല്പം മേൽത്തരമായ ഉന്നത വിദ്യാഭ്യാസം പ്രാപിക്കേണ്ടതിന് ഒരു ചെറിയ ബാഗിൽ ഉണ്ടായിരുന്ന തുണിയും ചുരുട്ടി കൂട്ടി
ഞാൻ ഡൽഹിക്ക് വണ്ടി കയറിയവനാണ്. ഞാൻ അന്നും ഇന്നും എന്നെ ഒരു വിദ്യാഭ്യാസ അഭയാർത്ഥി, എഡ്യൂക്കേഷണൽ റെഫ്യൂജി ആയിട്ടാണ് കാണുന്നത്. സ്വന്തം സംസ്ഥാനത്ത് സ്വന്തം നാട്ടിൽ പഠിച്ച് വേണ്ടതുപോലെ വിദ്യ, അറിവ് അതിൻ്റെ ഭംഗിയിൽ പ്രാപിപ്പാനും ആസ്വദിപ്പാനും അവസരം ലഭിക്കാതെ അവിടെയും ഇവിടെയും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തെ തെണ്ടി നടക്കുവാൻ വിധിക്കപ്പെട്ട 2 തലമുറകളെ കണ്ടവനാണ് ഞാൻ. ഈ സംസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിൽ ഇത്രമാത്രം തകർച്ചയുണ്ടായിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഈ ഒരു വിഷയമാണ് ആർക്കിമിഡീസിൻ്റെ അടുത്ത് വാളും ഓങ്ങിക്കൊണ്ട് നിന്നിൻ്റെ ഗവേഷണമൊക്കെ നിർത്തി രാജാവ് വിളിക്കുന്നു, അനുസരണയോടെ അവിടെ വന്ന് മുഖം കാണിക്കണം. അതിന് കൂട്ടാക്കാതെ രാജാവിനേക്കാൾ അപ്പുറത്ത് മനുഷ്യരാശിയുണ്ട് എന്നും ആ മനുഷ്യരാശിയുടെ ഭാവിക്ക് വേണ്ടി തന്നാലാവുന്ന നന്മകൾ, സംഭാവനകൾ നൽകുകയാണ് തൻ്റെ പ്രത്യേകമായ ദൗത്യമെന്നും ജീവിത ലക്ഷ്യമെന്നും വ്യക്തമായി അറിഞ്ഞ ഒരു ശാസ്ത്രജ്ഞൻ. സൈനികൻ്റെ ഉത്തരവ് അവഗണിച്ചുകൊണ്ട് അവൻ്റെ മുൻപിലുള്ള ബൗദ്ധികമായ യജ്ഞത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുമ്പോൾ അവൻ്റെ തല അറ്റുവീഴുന്ന അരങ്ങം, നെഞ്ചിൽ ചോര പൊടിച്ചുകൊണ്ടാണ് ഞാനിതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അത് ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തോട് എത്ര അടുത്ത് നിൽക്കുന്നു എന്നത് എന്നെ നന്നേ അത്ഭുതപ്പെടുത്താറുണ്ട്. സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം ഇത്രമാത്രം ഇടിഞ്ഞു പോയത്? പ്രത്യേകിച്ച് സ്കൂളിൻ്റെ കാര്യം പോട്ടെ, അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. കോളേജുകൾ, കലാലയങ്ങൾ, ഇത്രമാത്രം അനാസ്ഥ, ഇത്രമാത്രം തകർച്ച, താറുമാറ്. എന്തുകൊണ്ടാണ് ഈ നല്ല സംസ്ഥാനത്ത് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നൊക്കെ ഉച്ചരിക്കുന്ന വാക്കുകളുടെ അർത്ഥം പോലും അറിയാതെ ഉരുവിട്ടുകൊണ്ടേയിരുന്ന ഈ സംസ്ഥാനത്ത് എന്തുകൊണ്ടാണ് ഈ വലിയ അധപ്പതനം ഇന്ന് നടമാടുന്നത്? നാം ചിന്തിക്കേണ്ടതില്ലേ? ഇതിൻ്റെ ഒരു വിരൽ ചൂണ്ടൽ, ഇതിൻ്റെ ഉത്തരത്തിലേക്കുള്ള വിരൽ ചൂണ്ടൽ ഈ സംഭവത്തിലുണ്ട്. നിങ്ങൾ ആ ഒരു സാഹചര്യം ഒന്ന് മനസ്സിൻ്റെ കണ്ണിൽ കൂടെ വിഭാവന ചെയ്ത് നോക്കൂ. ഇതാ വയോധികനായ ഒരു ഗവേഷകൻ, അവന് റോമൻ സാമ്രാജ്യത്തോട് ബന്ധമില്ല. അവൻ്റെ ജന്മനാടായ സിറാക്യൂസിലെ പടയാളികളോടും വലിയ ബന്ധമില്ല. അവിടുത്തെ രാജാവിനോടും വലിയ കടപ്പാടില്ല. അവൻ ദൈവദത്തമായ കഴിവുകൾ ഉപയോഗിച്ച് അവൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന പുതിയ അറിവുകളെ അന്വേഷിച്ചിട്ടുള്ള യാത്ര ചെയ്യുവാനുള്ള പ്രേരണ, അതവൻ്റെ വ്യക്തിപരമായ ഒരു നേട്ടത്തിൻ്റെ ആഹ്വാനമല്ല, അത് മനുഷ്യരാശിയോട് പ്രത്യേകമായ കഴിവുകൾ പ്രാപിച്ചിട്ടുള്ള വ്യക്തികൾ നിർവഹിക്കേണ്ട കടപ്പാടുകളുടെ ഒരു ഉൾവിളിയാണ്. അതിനെ ശ്രദ്ധിച്ചുകൊണ്ട് താൻ ഏർപ്പെട്ടിരിക്കുന്ന ഗവേഷണത്തിൽ ലോകം മുഴുവനും മറന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഈ ദൗത്യത്തിലേർപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ്റെ തൊട്ടുപിറകിലായി അല്ലെങ്കിൽ ഒരു സൈഡിലായി ആരും പ്രത്യേകിച്ച് ക്ഷണിക്കാതെ കയ്യിൽ വാളുള്ളത് കൊണ്ട് ആ വാള് അങ്ങ് ദൂരെയുള്ള റോമിലെ സൈനിക അധികാരത്തിൻ്റെ മുഖമുദ്രയുള്ളതായതുകൊണ്ട് എവിടെയും കയറി ചെല്ലാമെന്നും ആരോടും എന്തും ആജ്ഞാപിക്കാമെന്നും ജീവൻ്റെയും മരണത്തിൻ്റെയും അധികാരം ഈ വാളുള്ള എൻ്റെ കയ്യിലുണ്ട് എന്നും തെറ്റിദ്ധരിച്ചിരിക്കുന്ന മൃഗതുല്യമായ ഒരു മനുഷ്യൻ. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് കേരള വിദ്യാഭ്യാസ ദൃശ്യം പൂർത്തിയാകും. ഞാനെൻ്റെ ഒരു വശം മാത്രം പറയാം, എല്ലാം പറഞ്ഞാൽ സമയം പോകുമെന്നതുകൊണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം ഉയരണമെങ്കിൽ തികച്ചും അനിവാര്യമായൊരു കാര്യം ഞാൻ പറയാം.
ഇവിടെയുള്ള ക്യാമ്പസുകളെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ഈ അപരാധം നിർത്തണം. 100% നിർത്തണം, നിർമ്മാർജ്ജം ചെയ്യണം. മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്നത് പോലെ ക്യാമ്പസ് പൊളിറ്റിക്സിനെ നിർമ്മാർജ്ജം ചെയ്യണം. കേരളത്തിൽ എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നതിൻ്റെ കോംപ്ലക്സിറ്റി, അതിൻ്റെ എന്താണ് പറയുന്നത്, എൻ്റെ മലയാളം വാക്ക് എനിക്കിപ്പോൾ കിട്ടുന്നില്ല, നിങ്ങൾ ക്ഷമിക്കണം, കോംപ്ലക്സിറ്റി മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ്? മാത്രവുമല്ല, വിദ്യ അഭ്യസിക്കുന്നു, അറിവ് തേടുന്നു, മനുഷ്യൻ്റെ മനസ്സ് വികസിക്കുന്നു, അവൻ്റെ വ്യക്തിത്വം നിർമ്മിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇവയൊക്കെയും മനുഷ്യബുദ്ധിയെ കവിയുന്ന അത്ഭുത മർമ്മങ്ങൾ നിറഞ്ഞിരിക്കുന്ന പ്രക്രിയകളാണ് എന്ന് തിരിച്ചറിയുവാൻ മലയാളിക്ക് എന്താണ് കഴിയാതെ പോകുന്നത്? നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞാൻ 45 വർഷം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജുമായുള്ള ബന്ധത്തിൽ സേവനം നടത്തിയ ആളാണ്. ആ കോളേജ് ഏതെങ്കിലും വിധത്തിൽ വിദ്യാഭ്യാസ നിലവാരം പുലർത്തുന്നുണ്ടെങ്കിൽ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ബാഹ്യലോകത്തിൽ നിന്നൊരു വ്യക്തിക്കും ഒരു ശക്തിക്കും കോളേജിൻ്റെ ക്യാമ്പസിൽ കയറാൻ പോലും, അഴിഞ്ഞാടുന്നത് പോട്ടെ, കയറാൻ പോലും സാധ്യമല്ല. ജീവൻ പണയപ്പെടുത്തിയും ആ സ്ഥാപനത്തിൻ്റെ അഖണ്ഡത സംരക്ഷിക്കുവാൻ അതിൻ്റെ ചുമതലയുള്ളവർ ശ്രമിച്ചിട്ടുള്ളതാണ്. ഞാനും അതിനുവേണ്ടി ജീവൻ പണയപ്പെടുത്തി അധ്വാനിച്ചവനാണ്. ആരും ക്യാമ്പസിൽ കയറി മാമാങ്കം കളിക്കുവാൻ അനുവദിച്ചിട്ടില്ല. സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ വിദ്യാർത്ഥികൾ ഡൽഹി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ്റെ അംഗങ്ങളല്ല. സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലെ ഫാക്കൽറ്റി മെമ്പേഴ്സ് ഡൽഹി യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ഭാഗങ്ങളല്ല. രാഷ്ട്രീയക്കാർക്ക് കോളേജിൻ്റെ ക്യാമ്പസിനകത്ത് അവരുടെ ഷോപ്പ് തുടങ്ങാൻ അനുവാദം ഒരു കാലത്തും കൊടുത്തിട്ടില്ല, കൊടുക്കുകയുമില്ല. കോളേജിൽ എപ്രകാരമാണ് പഠനം നടക്കേണ്ടത് എന്ന് അതിന് ചുമതലയുള്ള ആളുകൾ, ഗവർണിംഗ് ബോഡി തൊട്ട് പ്രിൻസിപ്പൽ തൊട്ട് ടീച്ചേഴ്സ് തൊട്ട് കർമ്മചാരികൾ വരെ, ഏറ്റവും പ്രധാനമായി വിദ്യാർത്ഥികൾ, എല്ലാവരും കൂടെ ചേർന്നാണ് തീരുമാനിക്കുന്നത്. അതിൽ പ്രിൻസിപ്പലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്നത്. കാരണം ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന സേവനത്തിൻ്റെ ആകെത്തുക ആരെങ്കിലും ഒരാൾ പൂർണ്ണമായി മനസ്സിൽ വച്ച് അതിൻ്റെ ഓരോ അംശങ്ങളും മനസ്സിലാക്കി അതിനെ ഔന്നത്യത്തിൻ്റെ ദിശയിലേക്ക് ആ സ്ഥാപനത്തെ നയിക്കുവാൻ ഏറ്റവും കൂടുതൽ ചുമതലയുള്ള വ്യക്തി പ്രിൻസിപ്പലാണ്. അതുകൊണ്ട് പ്രിൻസിപ്പലിൻ്റെ ആയിരിക്കും അവസാനത്തെ വാക്ക്. അങ്ങനെ തന്നെ ആയിരിക്കണം. കേരളത്തിൻ്റെ അവസ്ഥ എന്താണ്? ഇപ്പം ഞാൻ കേരളത്തിലെ ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പലാണെങ്കിൽ എൻ്റെ ക്യാമ്പസിൽ എന്ത് നടക്കണം, എന്ത് നടന്നുകൂടാ എന്ന് എനിക്ക് തീരുമാനിക്കാനുള്ള അധികാരമോ അനുമതിയോ സ്വാതന്ത്ര്യമോ നന്നേ കുറവാണ്. ഞാൻ ബാഹ്യമായ ശക്തികളെ ഭയന്നും ആദരിച്ചും ആരാധിച്ചും വേണം കഴിയാൻ. ഒരു വിദ്യാഭ്യാസത്തെപ്പറ്റി എട്ടും പൊട്ടും അറിയാൻ വയ്യാത്ത ഒരു ലോക്കൽ പാർട്ടി നേതാവ് ഏത് സമയത്തും എൻ്റെ ഓഫീസിൽ കയറി വന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്തത് എന്ന് അദ്ദേഹത്തെ ഞാൻ ബോധിപ്പിക്കേണ്ടി വരും. എൻ്റെ വിദ്യാർത്ഥികളുടെ കൂറ് കോളേജിനോട് ഉള്ളതിനേക്കാൾ കൂടുതൽ ബാഹ്യമായ രാഷ്ട്രീയ പാർട്ടികളോടായിരിക്കും. തൽഫലമായി എൻ്റെ വിദ്യാഭ്യാസത്തിലുള്ള വിദ്യാർത്ഥികൾ വിവിധ വിദ്യാർത്ഥി സംഘടനകൾ, അതായത് രാഷ്ട്രീയ പാർട്ടികൾ നിയന്ത്രിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളുടെ അംഗമാകുന്നത് കൊണ്ട് അവർ പരസ്പരം സ്പർദ്ധയിലാണ്. ക്യാമ്പസിനകത്ത് കൊലപാതകം നടക്കും, അക്രമം നടക്കും, അഴിമതി നടക്കും, അരാജകത്വം നടമാടും.
ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എപ്രകാരമാണ് വിദ്യാഭ്യാസം നടക്കാൻ സാധിക്കുന്നതെന്ന് കേരളത്തിലെ ജനം എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത്? ഇവിടെ എപ്രകാരം നിലവാരം ഉയർത്തുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിയമനങ്ങൾ അപ്പോയിൻമെൻറ്റ്സ്. നമ്മുടെ കലാലയങ്ങളിൽ ടീച്ചേഴ്സിനെ എങ്ങനെയാണ് നിയമിക്കുന്നത്? ഏത് മാനദണ്ഡം വെച്ചാണ് നിയമിക്കുന്നത്? കോഴ കൊണ്ട് മാത്രമല്ലേ? കൈക്കൂലി വാങ്ങിച്ചിട്ട് ഒരു വ്യക്തിയെ ടീച്ചിങ് ഫാക്കൽറ്റിയായി നിയമിച്ച ശേഷം ആ വ്യക്തിയിൽ നിന്ന് എങ്ങനെയാണ് കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് സഹായിക്കുന്ന വിധത്തിലുള്ള ആദർശ അധിഷ്ഠിതമായ സത്യസന്ധമായ സേവന മനോഭാവത്തോടെ പരിശുദ്ധമായ ഈ ഒരു സേവനം നിർവഹിക്കണമെന്ന് ഒരു പ്രിൻസിപ്പലോ ഗവേണിംഗ് ബോഡിയോ മാനേജ്മെൻറ്റോ എങ്ങനെയാണ് ധൈര്യപ്പെട്ട് ആവശ്യപ്പെടാൻ സാധിക്കുന്നത്? നിങ്ങൾ പറയൂ. താൻ ഏറ്റെടുത്തിരിക്കുന്ന ഈ ചുമതലയെപ്പറ്റി 75 ലക്ഷം കൈക്കൂലി കൊടുത്ത് വാങ്ങിച്ച ഈ ഒരു തസ്തികയിൽ ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ചുമതലയെപ്പറ്റി അങ്ങനെ കൈക്കൂലി കൊടുത്ത് ജോലി പ്രാപിച്ചൊരു വ്യക്തിയുടെ മനസ്സിൽ എന്ത് താല്പര്യമാണ്, ഏത് വിധത്തിലുള്ള ആദർശപൂരിതമായ ചിന്തകളാണ്, ഏതാവശ്യത്തോടുകൂടെ അദ്ദേഹം ഈ കടമയെ നിർവഹിക്കും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് നിങ്ങളുടെ മനസ്സിൽ കുറിക്കേണ്ട ഏക കാര്യം, ഇതാ തൻ്റെ മേശയുടെ അരികത്തിരുന്ന് മേശപ്പുറത്ത് വച്ചിരിക്കുന്ന ജോമെട്രിക്കൽ ഷേപ്പ്, ലോകത്തെ മുഴുവനും മറന്ന് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തൻ്റെ മുൻപിലുള്ള ഈ ഒരു പ്രശ്നത്തെ, ഈ ജോമെട്രിക്കൽ പ്രോബ്ലം, അത് പരിഹരിക്കുന്നതിന് വേണ്ടി തൻ്റെ വ്യക്തിത്വത്തിൻ്റെ തൻ്റെ സർവ കഴിവുകളുടെയും പൂർണ്ണതയിൽ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിന് അടുത്ത് നിൽക്കുന്നത് വാളുമൂരിപ്പിടിച്ച് ഒരു സൈനികനാണ്. അവനും ആ മേശപ്പുറത്തിരിക്കുന്ന ജിയോമെട്രിക്കൽ റിസർച്ച് സംബന്ധമായ കാര്യങ്ങളും അതിനെപ്പറ്റി ദൈവികമായ തലച്ചോറ് പുകഞ്ഞുകൊണ്ട് അധ്വാനിക്കുന്ന ഈ വയോധികനായ ആ റിസർച്ചറും അല്ലെങ്കിൽ ശാസ്ത്രജ്ഞനും തമ്മിലുള്ള ബന്ധം എന്താണ്? അതേ ബന്ധമാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അമ്പലങ്ങളെന്ന് നാം അർത്ഥമറിയാതെ ജൽപ്പിക്കുന്ന നമ്മുടെ കലാലയങ്ങളും അവയെ ബാഹ്യമായി നിയന്ത്രിക്കാനും കീഴ്പ്പെടുത്തുവാനും രാഷ്ട്രീയമായ കൊച്ചു ലാഭത്തിന് വേണ്ടി അവയെ നശിപ്പിക്കാനും യാതൊരു മനസാക്ഷിയുടെ കുത്തലുമില്ലാതെ ഈ സൈനികൻ എപ്രകാരം വാളുമൂരിക്കൊണ്ട് ആർക്കിമിഡീസിൻ്റെ മുറിക്കകത്ത് നുഴഞ്ഞു കയറിയോ അല്ലെങ്കിൽ തൊഴിച്ചു കയറിയോ അതുപോലെ നുഴഞ്ഞു കയറി വന്ന് എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് നന്മ വരാൻ സാധിക്കുന്നത്? നിങ്ങൾ പറഞ്ഞാൽ മതി. ഇതിപ്പോൾ കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. പറയുന്നത് അപകടമാണെന്ന് എനിക്കറിയാം, പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എല്ലാ സർക്കാരുകളും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഒരു രാജ്യത്ത് നടക്കുന്ന വിദ്യാഭ്യാസ പ്രക്രിയകളെ സ്വാധീനിക്കുവാനും കീഴടക്കുവാനും ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഭാരത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പൂർവാധികമായ അപകടം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. വിദ്യാഭ്യാസ പ്രക്രിയ വ്യാപകമായി രാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയാണ്. ഇന്ന് പല യൂണിവേഴ്സിറ്റീസിലും എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്ന RSS ആണ്. ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ വിദ്യാഭ്യാസത്തെ ഞാനിപ്പോൾ അങ്ങ് മേളിക്കയറ്റി വെക്കും എന്ന് പറഞ്ഞിറങ്ങിയ ആരിഫ് മുഹമ്മദ് ഖാൻ, അദ്ദേഹം RSSൻ്റെ ഒരു കൂലിവേലക്കാരനെ പോലെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്തതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ തോന്നൽ തെറ്റായിരിക്കാം. ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യത്തെപ്പറ്റി സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തോട് സംസാരിക്കേണ്ട താല്പര്യം എൻ്റെ മനസ്സിൽ നിന്ന് പൂർണ്ണമായി വിട്ടുപോയതുകൊണ്ട്
ഞാനൊരു കാലത്ത് അദ്ദേഹത്തോട് പല കാര്യങ്ങളും സംസാരിക്കുമായിരുന്നു. പക്ഷേ ചില കാര്യങ്ങൾ കണ്ടപ്പോൾ ഇത് അഭിമാനമുള്ളൊരു കേരളീയൻ എന്ന നിലയിൽ എനിക്ക് സ്വീകാര്യമല്ല എന്നതുകൊണ്ട് ഞാൻ പിന്നെ അദ്ദേഹത്തെ വിളിക്കുകയോ സന്ദർശിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നു, ഇതൊക്കെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. കേരളത്തെ പോലെ വിദ്യാഭ്യാസ മേഖലയിൽ പുരോഗതി പ്രാപിപ്പാൻ, ലോകോത്തരമായ സ്റ്റാൻഡേർഡ് കൈവരിക്കുവാൻ സാധ്യതയുള്ള മറ്റൊരു സംസ്ഥാനവും ഇന്ത്യയിലില്ല. ഇവിടെ നിന്ന് കുട്ടികൾ നല്ലത് ഉന്നത വിദ്യാഭ്യാസം പ്രാപിക്കേണ്ടതിന് ഡൽഹിയിലുള്ള സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. ഞാൻ വീമ്പിളക്കാണ് നിങ്ങൾ പറയരുത്. കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എൻ്റെ ലഭിച്ചാൽ 5 വർഷമുണ്ടെങ്കിൽ വിദ്യാഭ്യാസം എവിടെ കൊണ്ടെത്തിക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. എനിക്ക് ആത്മധൈര്യമുള്ളതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പറയും 75 വയസ്സുള്ള ഇയാൾക്ക് അങ്ങനെ ഒരു അവസരം കിട്ടത്തില്ല എന്ന ഒരു ആത്മധൈര്യത്തിലല്ലേ ഇയാൾ വീമ്പിളക്കുന്നത് നിങ്ങൾക്ക് പറയാം. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് മറുപടിയില്ല. പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എത്രമാത്രമാണ്, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ നിലവാരം നന്നേ ഉയർത്തുവാൻ സാധിക്കും. നമ്മുടെ കുട്ടികൾ, നമ്മുടെ വിദ്യാർത്ഥികൾ വളരെ കഴിവും സാധ്യതയുമുള്ളവരാണ്. അവർക്ക് നല്ല അവസരങ്ങൾ കൊടുത്താൽ, അവർക്ക് ബൗദ്ധികമായ പ്രചോദനം കൊടുത്താൽ, അവർക്ക് നല്ല പ്രേരണകൾ കൊടുത്താൽ, പഠിക്കുന്നതിനും വളർച്ച പ്രാപിക്കുന്നതിനും അനുയോജ്യമായ ആരോഗ്യപൂർണമായ ഒരു അന്തരീക്ഷം കൊടുത്താൽ അവർ ലോകോത്തരമായ വിധത്തിൽ വിദ്യാഭ്യാസം നടത്തും. അവർ അത്ഭുതം കാണിക്കും എന്നതിന് എനിക്ക് യാതൊരു സംശയവുമില്ല. കേരളത്തെപ്പറ്റി ഞാൻ ദുഃഖത്തോടെ ഓർക്കുന്ന കാര്യം ഇവിടുത്തെ വലിയ മാനവശേഷി സമ്പാദ്യങ്ങൾ നാം മുടിച്ചു കളയുകയാണ്. We are ruining our human resources. മാനവശേഷിയെ ഇത്രമാത്രം പൈശാചികമായ മനസ്സോടെ സംഘടിതമായി ആക്രമിച്ച് നശിപ്പിക്കുന്ന മറ്റേതെങ്കിലും സ്ഥലം ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ അതിശയിച്ചു പോകുകയാണ്. ഇത്രമാത്രം സാധ്യതയുള്ളൊരു ജനം, ഇത്രമാത്രം തറ പറ്റിയൊരു ജനം, ഇതിനാരെങ്കിലും ഉത്തരം പറയണമെന്ന് ഈ നാട്ടിലെ സമ്മതിദായകർ തീരുമാനിക്കണം. എനിക്കെല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ ഒരു പാർട്ടിക്ക് വോട്ട് കൊടുക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി നിങ്ങൾ പരിഗണിക്കേണ്ടത് ഈ പാർട്ടിക്ക് ഈ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ വികസനത്തിനുള്ള ദർശനം എന്താണ്, അതിനുള്ള പ്രതിഷ്ഠ, ഡിറ്റർമിനേഷൻ, കമ്മിറ്റ്മെൻ്റ് എന്താണ്, അതിന് ആത്മാർത്ഥത എത്രമാത്രമുണ്ട് അല്ലെങ്കിൽ ഇല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും ആദ്യമേ പരിഗണിച്ചിട്ട് വേണം. അല്ലാതെ ചില വ്യക്തിപരമായ താല്പര്യം അല്ലെങ്കിൽ ചില പാർട്ടിയോടുള്ള പണ്ട് തൊട്ടേയുള്ള കൂറ്, അതുകൊണ്ടൊന്നും നമുക്ക് ഒരു പ്രയോജനവുമില്ല. നമ്മുടെ ഭാവി, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭാവി ഇപ്പോഴുള്ള അരക്ഷിതാവസ്ഥയിൽ നിന്ന് രക്ഷ പ്രാപിച്ച് ഈ സംസ്ഥാനത്തിന് ന്യായമായും കൈവരിക്കാവുന്ന നേട്ടങ്ങൾ, പുരോഗതി, നന്മ പ്രാപിക്കത്തക്കവണ്ണം ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ, ഒരു പുതിയ ആത്മാവുണ്ടാകണമെങ്കിൽ, ഒരു പുതിയ പ്രതീക്ഷയുടെ സൂര്യൻ ഉദിക്കണമെങ്കിൽ ഇവിടെ വിദ്യാഭ്യാസം എല്ലാറ്റിനും ഉപരി, സർവോപരി മെച്ചപ്പെടുത്തണം. അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ളത്. വേറെ ഒന്നും, ഇത് ശരിയായില്ലെങ്കിൽ മറ്റൊന്നും ശരിയാകുകയില്ല. ഈ തരുണത്തിൽ ക്യാമ്പസുകളെ രാഷ്ട്രീയവൽക്കരിക്കരുത്, പൊളിറ്റിസൈസ് ചെയ്യരുതെന്ന് ഞാൻ പറയുമ്പോൾ എനിക്കെപ്പോഴും കിട്ടുന്ന ഒരു പ്രതികരണം, ഒരു റിയാക്ഷൻ എന്താണ്? കലാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് രാഷ്ട്രീയം പ്രവർത്തിക്കുവാൻ കോളേജുകളിലും യൂണിവേഴ്സിറ്റിയിലും അധികാരമില്ലെങ്കിൽ അവരെങ്ങനെയാണ് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് പരിശീലനം പ്രാപിച്ചവരായി അവിടെ നിന്ന് ഇറങ്ങുന്നത്? പ്രിയമുള്ളവരെ, എനിക്ക് ഇതിനുത്തരമായിട്ട് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നാം ഇത്രയും നാൾ കേരളത്തിലെ കോളേജുകളും യൂണിവേഴ്സിറ്റികളുമൊക്കെ രാഷ്ട്രീയവൽക്കരിച്ചു. ഒത്തിരി ക്യാമ്പസ് രാഷ്ട്രീയം നമ്മൾ കളിച്ചു മുടിച്ചു. എത്ര നല്ല രാഷ്ട്രീയ നേതൃത്വത്തെയാണ് നമ്മുടെ കലാലയങ്ങളിൽ നിന്ന് നാം ഇറക്കി വിട്ടിട്ടുള്ളത്. ഇങ്ങനെ രാഷ്ട്രീയം കളിച്ചും മുടിച്ചും മാത്രം പരിചയിച്ച
നേതാക്കന്മാർ നമ്മുടെ കോളേജുകളിൽ നിന്നും യൂണിവേഴ്സിറ്റികളിൽ നിന്നും വന്ന് ഈ രാജ്യത്തെ ഭരിച്ചിട്ടാണ് ഈ നാട് കൂപ്പുകുത്തിയത്. നമുക്ക് അഭിമാനത്തോടുകൂടെ പരാമർശിക്കാവുന്ന എത്ര നേതാക്കന്മാരെ നമ്മുടെ കോളേജുകളും നമ്മുടെ കലാലയങ്ങളും സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെയും പ്രസിഡൻ്റായിരിക്കുന്ന സുധാകരൻ്റെ ഏറ്റവും വലിയ അഭിമാനം എന്താണ്? താൻ തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നാണ് എൻ്റെ വിചാരം, അവിടെ വെച്ച് ഞാൻ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ തൊഴിച്ചു. എൻ്റെ ഏറ്റവും വലിയ യോഗ്യത എന്താണ്? ഒരു സംസ്ഥാനത്തിലെ ഒരു പാർട്ടിയുടെ പ്രസിഡൻ്റായിരിക്കാനുള്ള എൻ്റെ ഏക യോഗ്യത എന്താണ്? ഞാൻ ഇന്നയാളിനെ തൊഴിച്ചു. ഇതാണ് പരിപാടി. ഇതാണ് നമ്മുടെ പീറത്തരം. അങ്ങ് തൊഴിച്ചു എന്ന് പറയുമ്പോൾ പല ആളും അങ്ങ് വികാരം കൊണ്ട് അങ്ങ് വെച്ച് അയ്യോ ഇദ്ദേഹം മിടുക്കനാണ്, മാന്യനാണ്, ഇദ്ദേഹത്തെ വേണം. വാസ്തവത്തിൽ സുധാകരനെ വേണം നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററാക്കാൻ. പിന്നെ എഡ്യൂക്കേഷൻ മിനിസ്റ്റേഴ്സായിട്ട് ആരൊക്കെയാണ് നിയമിക്കുന്നത് നിങ്ങൾക്കറിയാം. ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. എന്തിനാണ് പറയുന്നത്? ഞാൻ പറഞ്ഞത് ഈ ചിത്രം നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കൂ, ധ്യാനിക്കൂ. എനിക്ക് അത്രമാത്രമേ പറയാനുള്ളൂ. സിറാക്യൂസിൽ തൻ്റെ മുറിയിൽ ഏകാന്തനായിരുന്ന ഒരു സുപ്രധാനമായ ജോമെട്രിക്കൽ പ്രോബ്ലം അത് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ലോകത്തെ മറന്ന് ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ. അത് നമ്മുടെ കോളേജിലും യൂണിവേഴ്സിറ്റീസിലും പഠിപ്പിക്കുന്ന ഓരോ അധ്യാപകരെയും ആ ആർക്കിമിഡീസിൻ്റെ കസേരയിൽ ഇരുത്തി നിങ്ങൾ ചിന്തിച്ച് നോക്കും. അവരാ ജോലി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വെളിയിൽ നിന്ന് വാളും ഊരിക്കൊണ്ട് അവരെ അടുത്ത് വന്ന് ഏമാനം വിളിക്കുന്നു. ആരാ ഏമാനൻ? ഈ ഏരിയയിലുള്ള പൊളിറ്റിക്കൽ രാഷ്ട്രീയ നേതാവ്, പീറ രാഷ്ട്രീയ നേതാവ് ഏമാൻ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് പോയി നമിക്കേണ്ട ഒരു ഗതികേടാണ് ഇപ്പോഴുള്ളത്. അവിടെയാണ് വാസ്തവത്തിൽ പിണറായി വിജയൻ പണ്ട് പറഞ്ഞതുപോലെ പറയണ്ടേ, കടക്കട പുറത്ത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കടക്കട പുറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയാമോ? അതിൻ്റെ കടമയാണ്, അഹങ്കാരമല്ല. പരിശുദ്ധമായ ഈ മേഖലയിൽ ജീവനെ പണയപ്പെടുത്തി സർവവും മറന്ന് അധ്വാനിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന സേവനത്തിൻ്റെ ABCD അറിയാൻ മേത്തവൻ ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വാളും ഊരി ഓങ്ങിപ്പിടിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് നിന്നാൽ എനിക്ക് പറയേണ്ടി വരും, കടക്കടാപ്പുറത്ത്. അത് എന്തുകൊണ്ടോ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നില്ല. അതുകൊണ്ട് കേരളത്തിലെ മാതാപിതാക്കന്മാരോട് എനിക്കൊരു വാക്ക് പറയാനുണ്ട്. അതോടെ നിർത്താൻ പോവുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെപ്പറ്റി സ്നേഹമുണ്ടെങ്കിൽ, അവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങളായിട്ട് ഒറ്റ സ്വരത്തിൽ പറയണം, ഈ ക്യാമ്പസ് പൊളിറ്റിക്സ് അവസാനിപ്പിക്കൂ. ക്യാമ്പസ് ഇതിനു വേണ്ടിയുള്ളതല്ല. അവിടെ മനുഷ്യൻ്റെ സത്യത്തെയും ആഴങ്ങളെയും അന്വേഷിച്ചിട്ടുള്ള തീർത്ഥയാത്രയുടെ അമ്പലങ്ങളാണ്. അവിടെ മനുഷ്യൻ ആരാധനാ മനോഭാവത്തോടു കൂടെ മാത്രം അത്ഭുതപരതന്ത്രരായി മുട്ടുമേൽ നിന്ന് അറിവിനെയും സത്യത്തെയും നീതിയെയും മനുഷ്യ അന്തസ്സിനെയും അന്വേഷിക്കുകയും ആരാധിക്കുകയും ചെയ്യേണ്ട അമ്പലങ്ങളാണവ. അവിടെ കടന്നു ചെല്ലാൻ ഈ പീറ രാഷ്ട്രീയക്കാരെ നിങ്ങൾ അനുവദിക്കരുത്. അവർക്കറിഞ്ഞുകൂടാ, അവർ ചെയ്യുന്ന അപരാധം എന്താണെന്ന് അവർക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇതിൽ ഒരു വലിയ വ്യത്യാസം വരണം, നമ്മുടെ കാലത്ത് തന്നെ ഉണ്ടാകണം. അതിന് ഓരോരുത്തരും ശ്രമിക്കണം എന്ന് അപേക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആർക്കിമിഡീസിനെ ഒന്ന് ഓർത്തത്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയാൻ എനിക്ക് വളരെ താല്പര്യമുണ്ട്. ഏവർക്കും നമസ്കാരം.